ഹായ് കൂട്ടുകാരെ, ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. റബ്ബറും തോട്ടത്തില്ല. ഇതൊന്നും അല്ലായിരുന്നു വെള്ളം. ഞാനൊക്കെ നല്ല അടിപൊളി വെള്ളമായിരുന്നു. കണ്ടോ, ഇറങ്ങാനുള്ള വഴിയാണ്. നോക്കട്ടെ, എൻ്റെ വീട്ടിലോട്ടുള്ള പൈപ്പ് ഇട്ടോ ഇത് കേട്ടോ. എൻ്റെ മീൻകുളത്തിലോട്ട് വരുന്ന വെള്ളം ഈ പൈപ്പിൽ കൂടാ. എന്തോ ഹൈറ്റാന്ന് നോക്കാം. കണ്ടോ, അതെ വെള്ളം കൂടിയ പാടാണ്. വെള്ളം ഒന്ന് കുളിക്കാനൊക്കെ പാടൊന്നുമില്ല. ഇവിടെ വന്ന് എല്ലാവർക്കും കുളിക്കാനൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ കുളിക്കാം. കണ്ടോ എന്താ രസമെന്ന് നോക്കാം. ഇവിടെ അങ്ങോട്ട് കയറിയാൽ തെറ്റും ഒന്നുമില്ല. അത് സൂക്ഷിച്ച് കയറണമെന്നുള്ളൂ, അല്ലാതെ ഒരു വിഷയമില്ല. കേട്ടോ, പായൽ പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ ഒന്നും വീട് വന്നേ പ്രതീക്ഷിച്ചു. ഇവിടെ എല്ലാം മണലാണ്, പുതിയൊന്നുമില്ല കേട്ടോ. നേരെ എതിർകരയിലാണ് എൻ്റെ വീട്. നമുക്കിട്ട് മൊത്തത്തിൽ എടുക്കാൻ പറ്റുമല്ലോ. കണ്ടോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുളിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമുള്ള ഏരിയല്ല. ഇതിൻ്റെ മേളിൽ ആൾ താമസമൊക്കെ ഉണ്ട്. ഇല്ല, മേളിലെ ടാർപ്പ കട്ടി. ഇങ്ങനെയുണ്ട്. കുളിക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ഒന്നും പേടിക്കണ്ട. കുളിക്കേണ്ടവർക്ക് വന്ന് ഇവിടെ കുളിക്കാം. കുളിച്ചിട്ടൊക്കെ പോയി. ഇതിപ്പോൾ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ വെള്ളം പറ്റും കേട്ടോ. ഇതാ ഞങ്ങളുടെ പൈപ്പ് കിടക്കുന്നുണ്ടോ. എനിക്ക് വെട്ടാനുള്ള റബ്ബർ മേളിലാണ്. ഇതിൻ്റെ തൊട്ട് മേളിൽ ഇതുകൊണ്ട് ആ കാണുന്ന റബ്ബറൊക്കെ ഈ കട്ടിങ്ങിൻ്റെ മേളിൽ കാണുന്ന റബ്ബറാണ് നമ്മുടെ. ഇങ്ങോട്ട് കറയെടുക്കാൻ പോവാണ്. രാവിലെ ഞാൻ ഈ വീഡിയോ ഒത്തിരി നാളും കൊണ്ട് വിചാരിക്കുന്നത് ഇടണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. കണ്ടോ, ഇതെല്ലാം റബ്ബറിൻ്റെ തോട്ടമാണ് കേട്ടോ. അക്കരെയെല്ലാം താമസക്കാരുണ്ട്. കണ്ടോ, അക്കരെ വീടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഒരു നല്ല ദൂരത്തിലാണ് കേട്ടോ വീടൊക്കെ. ഹായ് കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. ഇതിൻ്റെ മേളിൽ കയറിയുള്ള വീഡിയോ കൂടി ഇപ്പോൾ ഇട്ട് തരാം കേട്ടോ. ഇപ്പോൾ ഇടാം, ഇപ്പം തന്നെ എടുക്കാം. അങ്ങോട്ട് കയറി ചെല്ലട്ടെ. ഇവിടെ ഒന്ന് അക്കരയിലോട്ട് കയറണം. അയ്യോ, ഇതൊക്കെ കാട്ടുമൃഗം ചാടിയ വഴിയാണ് കേട്ടോ. പന്നി ബ്ലാവും എല്ലാം ഉള്ളതാ. നമ്മുടെ ഡ്രൈവറിനകത്തോട്ട് പോവാം. ഇവിടെ മുതലാണ് നമ്മുടെ ഡ്രൈവറെ തുടങ്ങുന്നത്. കറ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ റബ്ബറെ. ഇതിങ്ങനെ അങ്ങ് വെള്ളോട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ ഷെഡിലേക്ക് വെള്ളോട്ടുണ്ട്, അങ്ങേ അറ്റത്തോട്ടുമുണ്ട്. ഞാൻ കാണിച്ചു തരാം, വെള്ളച്ചാട്ടം കാണിച്ചു തരാം കൂട്ടുകാരെ. വെള്ളച്ചാട്ടം കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമാണേ. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വെള്ളക്കുറവാണ്. മെനഞ്ഞാന്നൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു. മെനഞ്ഞാന്നിട്ട് സമയം കിട്ടില്ല എടുത്തിടാനായിട്ട്. ഇതാ കണ്ടോ നമ്മുടെ പൈപ്പ്, എൻ്റെ വീട്ടിലോട്ട് ഇട്ടേക്കുന്ന പൈപ്പാണ്. ഇവിടെ ഇട്ട് വലിയ പവറൊന്നും കിട്ടുന്നില്ല, എന്നാലും വെള്ളം കിട്ടും. കണ്ടോ, ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. എത്ര താഴ്ചയോട്ടെന്ന് അറിയാം, ഒരു 30 അടി താഴ്ചക്കുള്ളുണ്ട്. ഏറ്റവും കുറഞ്ഞത് കാട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ചരിവ് എൻ്റെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ ചെറിയൊരു ചരിവ്. അവിടെ നേരെ തൂക്കാൻ അറിയുന്നു. ആ താഴെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് തലയിൽ തന്നെയാണ് വെള്ളം വീഴുന്നത്. ആർക്ക് കുളിക്കുന്നതിലോ വന്ന് കാണുന്നതിലോ എല്ലാം വരാം കേട്ടോ. അപ്പം വെള്ളക്കുറവ് ഇനി ഒരാഴ്ച കൂടെ കാണത്തുള്ളൂ ഈ വെള്ളം. അത് കഴിയുമ്പോഴത്തേനും പറ്റും. ഇതുപോലെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് എൻ്റെ വീടിൻ്റെയൊക്കെ അപ്പുറത്ത്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 500 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ചുറ്റളവിൽ ഞങ്ങൾക്ക് 3 വെള്ളച്ചാട്ടമാണ്. അതിനകത്ത് കൊച്ചു വെള്ളച്ചാട്ടമാണ് ഇത്. കൊച്ചു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഉണ്ട്. എന്നാൽ
എന്താ പറയുന്നത്, വെള്ളം കുറവുള്ള വെള്ളച്ചാട്ടമാണിത്. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പറ്റും. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ എടുത്തിട്ടില്ല, അതിൻ്റെയും എടുത്തിടാൻ കൂട്ടുകാരെ എല്ലാവർക്കും കൂട്ടുകാരാ. പിന്നെ റബ്ബറൊക്കെ വെട്ടി കറയെടുക്കാൻ വേണ്ടി കയറി വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വർക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ വരുന്നത്. കണ്ടോ, ഇവിടുത്തേക്ക് കറയെടുത്തു. ഇതാണ് നമ്മുടെ റബ്ബറ് മുകളുണ്ട്. ആ മേളിൽ നാളെ കറയെടുക്കുന്നുണ്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് മറക്കരുതേ കൂട്ടുകാരെ. അപ്പം ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം, ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട്. അതുകൊണ്ട് അപ്പുറത്തെ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞില്ല, ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ടെന്ന്. ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു ദിവസം ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ കൂട്ടുകാരെ, ബൈ ബൈ.